നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ വീടുകളിലെ അവസ്ഥ എന്തായിരുന്നു? വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല തരത്തിലുള്ള ശബ്ദങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് നിന്നും ഖുർആനോത്ത് ഇങ്ങനെ കേൾക്കുമായിരുന്നു. സൂറത്ത് യാസീൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, പല പല സൂറത്തുകൾ ഇങ്ങനെ ഓതുമായിരുന്നു. എന്നാൽ വീടിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബിന്റെ ദിക്റുകൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഔദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവിനോട് ഇങ്ങനെ കാവൽ ചോദിക്കുകയായിരുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്തു നിന്നോ അല്ലാഹ് തീരി പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്തേ വേദാംബർ. അതുപോലെ തന്നെ ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബിള്ളിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ആ പരിശുദ്ധമായ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം വേറെ ആർക്കും ഒരു പണിയുമില്ല, ഒരു സംസാരവും ഇല്ല. ആകെ കേൾക്കുന്നത് ദിക്റുകളും ഓത്തുകളും ബൈത്തുകളും മാത്രമായിരുന്നു. എന്നാൽ അതേ സമയത്ത് ഇന്ന് നമ്മുടെ വീടുകളുടെ അവസ്ഥ എന്താണ്? ആ സമയങ്ങളൊക്കെ സീരിയലും സിനിമകളും കൈയടക്കി കഴിഞ്ഞു. നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതൊന്നും ചോദിക്കാനോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ അത് അന്വേഷിക്കാനോ ഒരാളുമില്ല. എന്നാൽ ഒരുപാട് സഹോദരിമാർ സീരിയലുകൾ കണ്ടിട്ട് ആ സീരിയലിൽ അഭിനയിക്കുന്ന ഓരോ അഭിനേത്രിയും അവർ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സീരിയൽ വരുന്നത് വരെ അവർക്കൊരു വെപ്രാളമാണ്. അവരെ അഭിനയിക്കുകയാണ്, അവരെ യഥാർത്ഥ ജീവിതമൊന്നല്ല. ആ ജീവിതത്തിൽ അവർ ഹോസ്പിറ്റലിൽ എന്തായിട്ടുണ്ടാകും? ഓപ്പറേഷൻ വേണ്ടി വരുമോ? അവൾ പ്രസവിച്ചിട്ടുണ്ടാവുമോ? ചില ആളുകൾ കർച്ചീഫും കയ്യിൽ പിടിച്ചിട്ട് ടവലും കയ്യിൽ പിടിച്ചിട്ടാണ് സീരിയൽ കാണാനിരിക്കുന്നത്. എന്തിനാ? കരഞ്ഞിട്ട് കണ്ണു തോർത്താൻ. നഊദു ബില്ലാഹ്. അല്ലാഹു തആല കാത്തു സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ നമ്മുടെ ഉസ്താദുമാർ കുട്ടികൾക്ക് ഓതാൻ വേണ്ടി കൊടുക്കും. നിങ്ങൾ അര പേജ് കറക്റ്റ് ഓതി പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഓതാൻ പറഞ്ഞു വിട്ടാൽ വീടുകളിൽ നിന്നും കുട്ടികൾ ഓതുന്ന സമയത്ത് ചില രക്ഷിതാക്കൾ പറയുന്നത് കുറച്ച് മെല്ലെ ഓത്, ഞങ്ങൾക്കിവിടെ സംസാരിക്കണം, ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ, അല്ലെങ്കിൽ അപ്പുറം എവിടെയെങ്കിലും പോയി ഓത്. എത്ര ഗൗരവമാണ്! ഏതായാലും ഇവർ ഓതുന്നില്ല. ഈ കുട്ടികൾ ഓതുന്നുണ്ടെങ്കിൽ അവരുടെ ഓത്തുപോലും മുടക്കുകയാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശക്തിയായി പറഞ്ഞതാണ്, ഓതുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല.